പിള്ളേച്ചൻ പറഞ്ഞത് ശരിയാ. നമസ്കാരം. ആ പിള്ളേച്ച ഇന്ന് അല്പം ബിസിയാ, നാളെ കാണാം. ഓ നാളെ വരട്ടെ. ആരാ? ഓസി പിള്ള, കാഹളം പത്രത്തിന്റെ പത്രാധിപർ. മറ്റേയാൾ വിശ്വം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടർ നന്ദകുമാറിന്റെ അളിയൻ. ജേക്കബേ, താൻ അവരെ ഒന്ന് വിളിക്കും. എനിക്ക് വിശ്വത്തൊന്ന് പരിചയപ്പെടണം. ഇത്രയും കരയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ച്? മെഡിക്കൽ അഡ്മിഷൻ കിട്ടിയില്ലെന്ന് വിചാരിച്ച് എൻട്രൻസ് കിട്ടാത്തൊരു വേറെ ഇല്ലേ? ക്യാപിറ്റേഷൻ ഫീ കൊടുത്തിട്ടായാലും നിന്നെ പഠിപ്പിക്കാമെന്ന് നിന്റെ അനന്തേട്ടനല്ലേ പറഞ്ഞത്? പിന്നെന്താ? ഇവളുടെ നോമ്പും ഉപവാസമൊക്കെ കണ്ട് അവനൊന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് 10-15 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് ഇവിടെ ഡോക്ടർ ആക്കാനോ? നടന്നത് തന്നെ. അത്രയും രൂപ ഒരുമിച്ച് ബാങ്കിൽ അടച്ചാലേ ഹോസ്പിറ്റലിന് വേണ്ടി വാങ്ങിയതിന്റെ പലിശയെങ്കിലും കുറയും. അവളെ വല്ലാതെ മോഹിപ്പിച്ചതുകൊണ്ടല്ലേ? അതിന് അത്രയും കാശ് എവിടുന്നുണ്ടാവും? ഓ, അതൊക്കെ അനന്തൻ ഉണ്ടാക്കിക്കൊള്ളും. അവൻ എവിടുന്ന് ഉണ്ടാക്കാനാ? അതിന്റെ 1/3 പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ വീട് പണി തീർത്ത് എന്നേ കയറി താമസിച്ചേനെ. ഞാൻ പഠിക്കുന്നില്ല, അപ്പൊ എല്ലാവർക്കും സമാധാനാവുമല്ലോ. ആരും തന്നില്ലെങ്കിൽ വേണ്ട, ഗീതയുടെ ക്യാപിറ്റേഷൻ ഫീ ഞാൻ തരാം. നാട്ടിൽ എന്റെ വീതത്തിലുള്ള സ്ഥലത്തിന് പലരും വരുന്നുണ്ടെന്ന് അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു. പെട്ടെന്നായതുകൊണ്ട് വില അല്പം കുറയും. എന്നാലും സാരമില്ല, നമുക്കത് കൊടുക്കാം. അതുകൊണ്ട് മതിയായില്ലെങ്കിൽ എന്റെ ആഭരണങ്ങളില്ലേ, അതും കൂടി ആവുമ്പോ തികയും. ശ്രീദേവി എന്തായി പറയുന്നത്? സ്വർണവും സ്ഥലവും വിൽക്കാനോ? അതൊന്നും സാരമില്ലമ്മേ, ഗീത പഠിക്കട്ടെ. ഔദാര്യത്തിന് നന്ദി. വന്നു കയറിയ പെണ്ണുങ്ങളുടെ സ്വത്തുവെച്ച് വീട്ടാവശ്യങ്ങൾ നടത്തിയ പാരമ്പര്യം ഇന്ന് വരെ ഈ കുടുംബത്തിലുണ്ടായിട്ടില്ല, ഇനി ഇട്ടുണ്ടാകാനും പോകുന്നില്ല. ഡോക്ടറാകാൻ വിധിച്ചിട്ടില്ല എന്ന് കരുതി സമാധാനിച്ചാൽ മതി.